തങ്കച്ചായ എന്തോ എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം മോനെ. എന്നാ കുർബാന കഴിഞ്ഞിട്ട് കിടക്കുന്നത്? ഞാനേ വൈഫ് സംസാരിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി വന്നിട്ട് ഒരുമിച്ച് അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്താ. തങ്കച്ചായം സംസാരിക്കുന്നില്ലേ? ഞാൻ സംസാരിച്ചു, പക്ഷെ ഞാനിവിടെ സംസാരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ആകുമ്പോൾ അച്ഛന്മാരറിയുന്നതല്ലേ. പിന്നെ എവിടെ സംസാരിക്കും? ഞാൻ വേറെ പള്ളിയിൽ പോകും. അപ്പം പിന്നെ അച്ഛന്മാരറിയാമല്ലോ. അത് കൊള്ളാം. ശരിയായില്ലേ? അത് തികച്ചും ശരിയാണ്. ഒത്തിരി പേർക്ക് സ്വാഭാവികമായി തോന്നുന്ന ഒരു സന്ദേഹമാണത്. അച്ഛനുമായി അടുത്ത് ഇടപഴകിയ ആളുകൾക്ക് ആ അച്ഛനോട് തന്നെ കുമ്പസാരിക്കുന്നതിന് ഒരു വൈമുഖ്യം പൊതുവായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സഭ നമുക്കെല്ലാവർക്കും വലിയൊരു ആനുകൂല്യം അല്ലെങ്കിൽ അതിനോട് സൗകര്യം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഇടവക പള്ളികളിലൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങൾക്ക്, തിരുനാളുകൾക്കൊക്കെ മുമ്പ് പൊതു കുമ്പസാരം അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. കൂടാതെ ഏത് ദേവാലയങ്ങളിലും പോയി കുമ്പസാരിക്കാനുള്ള സൗകര്യം ഓരോ വിശ്വാസികൾക്കുമുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്നതാവും ശരി. നമ്മളൊക്കെ ഓർക്കേണ്ട വളരെ പരമപ്രധാനമായൊരു സത്യമെന്ന് പറയുന്നത്, കുമ്പസാരം എന്നുള്ളത് അതീവ രഹസ്യമായിട്ട് ചെയ്യപ്പെടുന്ന കൂദാശയാണ്. ഒരിക്കലും ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം കുമ്പസാരത്തിൽ കേട്ട പാപങ്ങൾ അദ്ദേഹം ഓർമ്മിക്കുകയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളത് 100% സത്യമാണ്. ഒരു പൗരോഹിത്യം സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പൗരോഹിത്യത്തിൻ്റെ മഹനീയതയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൂദാശ അല്ലെങ്കിൽ രഹസ്യമാണ് കുമ്പസാരം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും 100% ഉറപ്പിക്കാം, ഒരു വൈദികനടുത്ത് കുമ്പസാരിച്ചാൽ ആ പാപത്തെ ഓർത്ത് അദ്ദേഹം നമ്മളെ വീണ്ടും അങ്ങനെ കാണുകയില്ല, അല്ലെങ്കിൽ ആ പാപം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയില്ല. ആ പാപത്തിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും വൈദികൻ്റെ ഭാഗത്തു നിന്നോ ഒരു വികാരിച്ചൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിക്കാവുന്ന ഒരു വലിയ സത്യമാണ്. പരിശുദ്ധ കത്തോലിക്ക സഭ നമുക്ക് നൽകുന്ന പൂർണ്ണ വാഗ്ദാനവും അതുതന്നെയാണ്.